അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ദുൽഹജ്ജ് 2-ാം ദിവസമാണ്. ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. സുബഹിക്ക് ശേഷം ഈ ദിക്റുകൾ ചൊല്ലുക. നിന്റെ മുന്നിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നോക്കുക. യാസീൻ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ സൂറത്ത് ഖുൽ ഹുവല്ലാഹു ധാരാളം ചൊല്ലുക. കുറഞ്ഞത് 200 എണ്ണെങ്കിലും ചൊല്ലി തീർക്കാൻ നോക്കുക. അതിന് ശേഷം സുബഹിക്ക് ശേഷം ദിക്റുകൾ ചൊല്ലുമ്പോൾ ഇന്ന ആവശ്യം നിറവേറണം, എനിക്ക് ഇന്ന കാര്യം നടക്കണം എന്ന് ഒക്കെ മനസ്സിൽ നിയ്യത്ത് കരുതി ചൊല്ലുക. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ആഗ്രഹം ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിറവേറ്റിത്തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിൻ്റെ പ്രതിഫലം കൊണ്ട് എൻ്റെ ഉദ്ദേശം പൂർത്തീകരിച്ചു തരുമെന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ ഉണ്ടാവുക. നമ്മൾ ദിക്റുകൾ ചൊല്ലുമ്പോൾ അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കും. അല്ലാഹ്ക്ക് അറിയാം ഓരോ ദിക്റുകളും എങ്ങനെയാണ് ചൊല്ലുന്നത്. അത് നമ്മൾ നല്ല നിയ്യത്തോടെ ചൊല്ലിയാൽ അല്ലാഹു അതിനുള്ള പ്രതിഫലം നൽകുന്നതാണ്. ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ നല്ല നിയ്യത്തോടെ എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല, എൻ്റെ റബ്ബ് എൻ്റെ ദുആക്ക് ഇജാബത്ത് നൽകും എന്നുള്ള നിയ്യത്തോടെ ചെയ്യുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷം സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം എന്ന് ചൊല്ലുക. റബ്ബേ, ദുൽഹിജ്ജ് 2-ാം ദിവസമാണ്. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ പോരിശ കൊണ്ട് റബ്ബേ, ഞാൻ ചൊല്ലിയ ദിക്റുകൾ നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങളുടെ മനസ്സിൽ കെട്ടി നിൽക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാട്ടിത്തരണേ അല്ലാഹ്. പല രോഗങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവരുണ്ടാകും അല്ലാഹ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവും റബ്ബേ. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ നാഥാ.